ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനു മിസ്സാണ്. ഓക്കെ, മക്കളെ എല്ലാവരും നിങ്ങളെ എക്സാമിന് വേണ്ടിയിട്ട് നല്ലോണം പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എനിക്കറിയാം. അപ്പോൾ അതിൽ ഓരോ ചോദ്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിട്ട് അതിനുള്ള ആൻസേഴ്സ് ഒക്കെ കണ്ടുപിടിച്ച് നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് നല്ല ടെൻഷൻ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പോകണം. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് സംശയം തോന്നിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നല്ലപോലെ ശ്രദ്ധിക്കുക, കാരണം അതിൽ ഫ്രാക്ഷൻസും ഡെസിമൽ നമ്പേഴ്സും അതുപോലെ പേഴ്സൻറ്റേജും മൂന്ന് കാര്യം കൂടെ ഒരുമിച്ച് വരുന്ന ഒരു ടേബിൾ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും സംശയം ഉണ്ടായിരുന്നെങ്കിൽ അതിപ്പോൾ തന്നെ എന്ത് ചെയ്യണം, എൻ്റെ മക്കൾ ക്ലിയർ ചെയ്തിട്ട് പോകണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം തന്നെ എന്തുണ്ട്, ഫ്രാക്ഷണൽ ഫോം. ഫ്രാക്ഷണൽ ഫോം എന്ന് പറഞ്ഞാൽ ഭിന്നസംഖ്യാ രൂപമാണ് കേട്ടോ. അപ്പോൾ ഭിന്നസംഖ്യയായിട്ടാണ് ആദ്യത്തെ കളിയിൽ കൊടുത്തത്. സെക്കൻഡ് വൺ ഡെസിമൽ ഫോം. ഡെസിമൽ ഫോം എന്ന് പറഞ്ഞാൽ ദശാംശ സംഖ്യ ആയിട്ടാണ്, പോയിന്റ് വൈസ് വരുന്ന നമ്പേഴ്സാണ് രണ്ടാമത്തെ കളിയിലുള്ളത്. മൂന്നാമത്തെ കളി എന്താണ്, പേഴ്സൻറ്റേജ് അല്ലെങ്കിൽ ശതമാനമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ആൻസേഴ്സ് ഇതിനകത്ത് വിട്ടുപോയ ഓരോ ഭാഗവും നമ്മൾ ഫില്ല് ചെയ്യണം. അതാണ് നമ്മളെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, പേഴ്സൻറ്റേജിൽ നിന്ന് നമ്മൾ ചെയ്തു വരാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ ചെയ്തു വരാൻ വേണ്ടി നമ്മൾ പേഴ്സൻറ്റേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോയാൽ മതി. അപ്പോൾ എളുപ്പത്തിൽ എൻ്റെ മക്കൾക്ക് അതിന് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ആദ്യത്തെ ടേബിൾ നോക്കിക്കുക നിങ്ങൾ, ആദ്യത്തെ കളി അതിൽ മൂന്നും നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കുക, പേഴ്സൻറ്റേജ് എത്ര കൊടുത്തത്, 25% ആണ്. ഒരു പേഴ്സൻറ്റേജ് നമുക്ക് എത്രയിലാണ് പറയുക, യെസ്, ഔട്ട് ഓഫ് 100ലാണ് നമ്മൾ പേഴ്സൻറ്റേജ് എപ്പോഴും പറയുക. അപ്പോൾ പേഴ്സൻറ്റേജ് 25%നെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, യെസ് 25/100 എന്നുള്ള രീതിയിൽ. ഔട്ട് ഓഫ് 100ലാണ് പേഴ്സൻറ്റേജ് പറയുന്നത്. സോ നമുക്ക് 25/100 എന്ന് കൊടുക്കാം. എടാ നോക്കട്ടെ, ഈ ഒരു കാര്യത്തിന് തന്നെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തത്, ഇവിടെ ഡെസിമലായിട്ടും അതുപോലെ ഫ്രാക്ഷണൽ ഫോം ഭിന്നസംഖ്യ ആയിട്ടും കൊടുത്തത്. സിമ്പിളാണ് കേട്ടോ. നോക്കിക്കേ, 25നെ 100 കൊണ്ട് ഹരിക്കുന്നു, ഡിവൈഡ് ചെയ്യുന്നു. നമ്മൾ പഠിച്ചൊരു കാര്യമാണ്, 10 കൊണ്ടും 100 കൊണ്ടും 1000 കൊണ്ടൊക്കെ നമ്മൾ പോയിന്റ് ബേസ് ആയിട്ട് നമ്മൾ ഓരോ സംഖ്യകളെയും ഹരിച്ചിട്ട് ഡെസിമൽ നമ്പർ ആക്കാൻ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ നോക്കാം, ഇവിടെ 100ൽ 2 zeros ആണുള്ളത്. അപ്പോൾ ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, യെസ്, ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 നമ്പറിൻ്റെ തൊട്ട് മുൻപിൽ 2 നമ്പറിൻ്റെ തൊട്ട് മുൻപിൽ പോയിന്റ് വരും. അപ്പോൾ എന്തായിരിക്കും പോയിന്റ് വന്നാൽ ആൻസർ 0.25. അത് തന്നെയല്ലേ നമ്മളെ ഡെസിമൽ നമ്പർ ആയിട്ട് കൊടുത്തത്. അതെ. ഇനി അടുത്ത നോക്കിക്കേ, ഫ്രാക്ഷണൽ ഫോം ആയിട്ട് ഇവിടെ 1/4 ആണല്ലേ കൊടുത്തത്. അപ്പോൾ അതെങ്ങനെ കിട്ടി, എടാ നമുക്ക് ഇപ്പോൾ കിട്ടിയ ഈ ഒരു 25/100 എന്ന് പറഞ്ഞാലും അതും ഒരു ഫ്രാക്ഷണൽ ഫോമാണ്. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉള്ള രീതിയിലുള്ള പാറ്റേൺ ആണ് അവിടെ കൊടുത്തത് അല്ലേ. ഇതിനൊന്ന് ചെറുതാക്കി നോക്കിക്കേ നിങ്ങൾ, 25നെയും 100നെയും ചെറുതാക്കി നോക്കുക. ചെറുതാക്കിൽ എൻ്റെ മക്കൾക്ക് എന്ത് കിട്ടും, 1/4 കിട്ടും. നോക്കണേ, 25 100ൽ എത്ര തവണ പോകും, 4 തവണ പോകും അല്ലേ. അപ്പം നമുക്ക് ഇതിന് ചെറുതാക്കി 1/4 എന്ന് മാറ്റി എഴുതാം. അതാണ് നിങ്ങളെ ടേബിളിൽ ഈ കൊടുത്ത ഫ്രാക്ഷണൽ ഫോം 1/4 എന്നുള്ളത്. ചെറുതാക്കി കൊണ്ടുവരാം, ഹരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ചെറുതാക്കി കൊണ്ടുവന്നാൽ നേരെ ഫ്രാക്ഷനായിട്ട് അത് കിട്ടും. ഇനി സെക്കൻഡ് കളി നോക്കാം നമുക്ക്. സെക്കൻഡ് കളിയിൽ എന്താ ഉള്ളത്, 0.6 ആണ് സെക്കൻഡ് വൈസ് ആയിട്ട് നിങ്ങൾക്ക് കൊടുത്തത്. 0.6ഉം 60%. നമുക്കത് കണ്ടുപിടിക്കാം, 0.6ഉം 60%. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് പേഴ്സൻറ്റേജ് തന്നെയായിട്ട് എങ്ങനെ എഴുതാം, ഔട്ട് ഓഫ് 100ൽ 60/100 എന്ന് എഴുതാം. എഴുതിക്കൂടെ. ഇതിന് എനിക്ക് എങ്ങനെയാണ് പോയിന്റ് വൈസ് ആക്കിയിട്ട് എഴുതാൻ പറ്റുക, നമ്മൾ 100 കൊണ്ടാണ് ഹരിക്കുന്നത്. സോ 2 നമ്പറിന് തൊട്ട് മുൻപിൽ പോയിന്റ് കൊടുക്കണം. വേണ്ടേടാ, 2 നമ്പറിന് തൊട്ട് മുൻപിൽ പോയിന്റ് കൊടുത്താൽ എവിടെ വരും, ഇവിടെ വരും. അപ്പോൾ 0.60 എന്ന് വരും. 0.60 എന്ന് വന്നു കഴിഞ്ഞാൽ ഈ 6ന് ശേഷമുള്ള 0ക്ക് വാല്യൂ ഉണ്ടോ, ഇല്ല. പോയിന്റിന് ശേഷം നമ്പർ വന്ന് അതിന് ശേഷം നിങ്ങൾക്ക് എത്ര 0 ഇട്ടാലും അവിടെ വാല്യൂ ഇല്ല. അപ്പോൾ അതെന്തായിരിക്കും, 0.6 എന്നുള്ള രീതിയിൽ അതിനെ ഡെസിമൽ ഫോം ആക്കി എനിക്ക് അതിനെ മാറ്റി എഴുതാൻ പറ്റി. ഇനി ഇതിനെ എനിക്ക് എന്താക്കാം, ഫ്രാക്ഷണൽ ഫോം ആക്കാം. അതെങ്ങനെയാക്കാം നോക്കണേ. ഇതിനെ ഞാൻ ചെറുതാക്കി എഴുതണം. 60/100നെ ഒന്ന് ചെറുതാക്കി നോക്കിക്കേ നിങ്ങൾ. ചെറുതാക്കി കൊണ്ടുവന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 0ഉം 0 ഒക്കെ ക്യാൻസൽ ചെയ്യാം. ചെയ്തോടെ, ഈ 0ഉം ഈ 0ഉം വെട്ടിപ്പോയി. ബാക്കി എത്ര വന്നു, 6/10. 6/10നെ എനിക്ക് ഇനിയും ചെറുതാക്കാലോ. 6ന്റെ പകുതി എത്രയാ, 3. 10ന്റെ പകുതി എത്രയാ, 5. അപ്പോൾ നമുക്കതിനെ ഇങ്ങനെ എഴുതാം, 3/5 എന്നുള്ള രീതിയിലുള്ള ഫ്രാക്ഷണൽ ഫോം ആക്കി മാറ്റി എഴുതാൻ പറ്റി. കണ്ടോ, ഈ ഒരു രീതിയിൽ ഓരോ ടേബിളും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഫില്ല് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. ഇനി അടുത്ത ടേബിൾ നോക്കിക്കേ, മൂന്നാമത്തെ ടേബിൾ. അപ്പോൾ മൂന്നാമത്തെ ടേബിൾ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും നോക്കാം. ഓക്കെ, അതിനകത്ത് എന്തൊക്കെ തന്നിട്ടില്ല, ഡെസിമലും തന്നിട്ടില്ല, പേഴ്സൻറ്റേജും തന്നിട്ടില്ല. സോ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ, ഫ്രാക്ഷൻസിൻ്റെ അകത്ത് നിന്ന് മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ ഇവിടെ പറ്റുന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഫ്രാക്ഷൻ എത്രയാണ് തന്നത്, 4/5. ഇതിലേതോ ഒരു കാര്യത്തിനെ എനിക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, എടാ എന്തായാലും പേഴ്സൻറ്റേജ് ആണെങ്കിൽ ഔട്ട് ഓഫ് 100ലാവണം, വേണ്ടേ, ഔട്ട് ഓഫ് 100ൽ കിട്ടണം.
ഇല്ലടാ, നിങ്ങൾ ഇത് ശ്രദ്ധിക്കട്ടോ, ഞാൻ ചെയ്യുന്ന ഭാഗം ശ്രദ്ധിക്കുക. അപ്പോൾ 5നെ ഞാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് എനിക്ക് 100 കിട്ടുക? എന്തിനാണ് ഞാൻ 100 എടുക്കുന്നത്? പെർസെൻറ്റേജ് 100ലാണ് പറയുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ പോകുന്നത്. അപ്പോൾ 5നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് എനിക്ക് 100 കിട്ടുക? യെസ്, 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വേണ്ടേ? ഞാൻ 5നെ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ താഴെ നിങ്ങൾ ഏത് നമ്പർ കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്തത് അതേ നമ്പർ കൊണ്ട് മുകളിലും മൾട്ടിപ്ലൈ ചെയ്യുക. കണ്ടോ, ഇൻറ്റു 20 4ൻ്റെ അടുത്തും കൊടുത്തു. അപ്പോൾ ഇനി എന്ത് ചെയ്യുക? 4 × 20 4 20 എത്ര വരുമെടാ? 80. കണ്ടോ, അപ്പോൾ 80/100 എന്ന് കിട്ടി. അങ്ങനെയാണ് എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? 80%. കണ്ടോ, 80%. അതേപോലെ അതിനെ എനിക്ക് എന്താക്കി എഴുതാൻ പറ്റും? ഡെസിമൽ നമ്പർ ആക്കി എഴുതാം. ഇതിനൊന്ന് ഡെസിമൽ നമ്പർ ആക്കി നോക്കിക്കേ. 80/100. അപ്പോൾ 80/100 എന്ന് പറഞ്ഞാൽ അതിനെ ഡെസിമൽ നമ്പർ ആക്കി എഴുതാൻ എങ്ങനെയാ? യെസ്, 100ൽ 2 0. അപ്പോൾ 2 പൊസിഷൻ്റെ തൊട്ട് മുൻപിൽ പോയിന്റ് കൊടുത്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യണം? 2 പൊസിഷൻ്റെ തൊട്ട് മുൻപിൽ പോയിന്റ് കൊടുത്താൽ എവിടെ വരും? 0.80. ഈ 0.80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 8ന് ശേഷം അല്ലേ വരുന്ന 0ക്ക് വാല്യൂ ഉണ്ടോ? ഇല്ല. അപ്പം നിങ്ങൾക്ക് എങ്ങനെ എഴുതിയാൽ മതി? 0.8 എന്ന് എഴുതിയാൽ മതി. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ഏറ്റവും താഴെ ഒരാളെയും കൂടെ കൊടുത്തിട്ടുണ്ട്. അതാരാണ്? 75% ആണ് അല്ലേ? 75% എന്ന് പറഞ്ഞാൽ 75/100 ആണ്. അറിയാം, 75/100. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കാം. ഞാൻ ഒരു കാര്യം കൂടെ ചെയ്തു തരാം അതിൽ കേട്ടോ. ഒരു ടേബിൾ കൂടെ ഞാൻ ഫില്ല് ചെയ്ത് തരാം. 75/100നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡെസിമൽ നമ്പർ ആക്കി എഴുതാലോ. എഴുതാം. ഡെസിമൽ നമ്പർ ആക്കിയിട്ട് എങ്ങനെ എഴുതാം? നമുക്ക് 2 നമ്പറിൻ്റെ തൊട്ട് മുൻപിൽ 100 കൊണ്ടാണ് ഹരിക്കുന്നത്. അതുകൊണ്ട് 100ൽ 2 0. സോ 2 നമ്പർ തൊട്ട് മുൻപിൽ പോയിന്റ് കൊടുത്താൽ മതി. സോ എന്താ ആൻസർ വന്നു? 0.75 ആയിരിക്കും അവിടെ ഡെസിമൽ നമ്പർ. പക്ഷെ അതിൻ്റെ ഫ്രാക്ഷണൽ ഫോം എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ കമൻറ്റ് ബോക്സിൽ പറയുക. സോ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നല്ലൊരു ചോദ്യമാണിത്. അപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളത് ക്ലിയർ ചെയ്യുക. സോ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസായിട്ട് ഞങ്ങൾ മാരത്തോണുകൾ, ഇന്നത്തെ മെഗാ മാരത്തോണൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസായിട്ട് തകർക്കണം. സോ ഒരു ലൈവ് പോലും മിസ് ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് ലൈവിൽ വെച്ച് കാണാം. ബൈ ബൈ.